ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സിമാസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കാണാൻ കുറേ കാഴ്ചകളാണ് കേട്ടോ. ഇത് എല്ലാവർക്കും അറിയുമെന്നറിയില്ല, എണ്ണപ്പനയുടെ കായാണ്. അത് റോഡ് സൈഡിൽ ഇങ്ങനെ അവർ വെട്ടി സൂക്ഷിച്ചേക്കുവാണ്. വണ്ടി വരും ഇത് കൊണ്ടുപോകാനായിട്ട്. അപ്പം എണ്ണപ്പന കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. എണ്ണപ്പനയ്ക്കകത്തൊരു കിണറാണിത് കേട്ടോ, അവർ ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. അവിടെ ക്വാർട്ടേഴ്സൊക്കെ ഉണ്ട് താമസിക്കാനേ. ആ എണ്ണപ്പന ജോലിയുള്ളവർക്ക് താമസിക്കാൻ ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുമല്ല, എണ്ണപ്പനയ്ക്കകത്ത് തന്നെ ചതുപ്പുകളുണ്ട്. അവിടെയൊക്കെ ആൾക്കാർ സ്ഥലമൊക്കെ വാങ്ങിച്ച് വീടൊക്കെ വെച്ച് പണ്ട് പോലെയുണ്ട്, താമസിക്കുന്നുണ്ട്. എനിക്കൊന്ന് നല്ല രസമായിരിക്കും അല്ലേ, ചൂടൊക്കെ കുറവായിരിക്കും, പിന്നെ നല്ല ഫ്രഷ് എയർ കിട്ടും, തണുപ്പുണ്ട്. പിന്നെ ഫുൾ എണ്ണപ്പനയാണ്. വലിയ നല്ല ഹൈറ്റുള്ള എണ്ണപ്പനയുണ്ട്, നല്ല ഹൈറ്റ് കുറഞ്ഞ എണ്ണപ്പനയുണ്ട്. എല്ലാത്തിലും കായുണ്ട് കേട്ടോ. എല്ലാവരും നല്ലതായിട്ട് വെട്ടി റോഡ് സൈഡിൽ ഇങ്ങനെ വെച്ചേക്കുക. ഇനിയിപ്പം വലിയ വണ്ടി വരും, വണ്ടി വന്ന് അതെല്ലാം കയറ്റി ഓയിൽ ഫാം കമ്പനി ഉണ്ടല്ലോ, നമ്മുടെ ഫാം ഓയിലിൻ്റെയൊക്കെ പരിപാടികൾ ചെയ്യുന്ന അവിടെ കൊണ്ടുപോകും. ഇവിടെ ചെറിയൊരു ഇതുണ്ട്, പക്ഷേ അവിടെ ഇപ്പം വർക്കിംഗ് അല്ലെന്ന് പറയുന്നു. ഇതിപ്പം നമ്മൾ ഈ എണ്ണപ്പനയുടെ നടുക്കൂടെ ഒരു ആറ് ഒഴുകുന്നുണ്ട് കേട്ടോ. ഇപ്പം അവിടെ വെള്ളമൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ അവിടെ വരെ ഒന്ന് പോയെന്നേ ഉള്ളൂ. ഇപ്പം കുറേ കല്ലുകൾ അങ്ങും ഇങ്ങും കുറച്ച് വെള്ളം കെട്ടിക്കിടക്കുന്ന മാത്രമേ ഉള്ളൂ. പിന്നെ അടിപൊളിയാണ് കാണാനൊക്കെ. നല്ല എന്താ പറയുക, അറിയാലോ നമ്മുടെ നാട്ടുമ്പുറത്തെ പോലല്ലല്ലോ, അവിടെ നല്ല ഭംഗിയാണ് കാണാനും. എന്താ പറയുക, നല്ല തണുപ്പും നല്ല തണലും ഒക്കെയുണ്ട്. സൂപ്പറാണ്. കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങൾ വെറുതെ പോയെന്നേ ഉള്ളൂ. എൻ്റെ സിസ്റ്ററെ കൊണ്ടുപോയിരിക്കുന്നത് അവിടെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെച്ചിട്ട് അവിടെ വരെ പോയപ്പോൾ ഒന്ന് പോയെന്നേ ഉള്ളൂ. നല്ല ഭംഗി എല്ലായിടം കാണാൻ, എല്ലാവരും പോയി കാണണം കേട്ടോ. മഴയാകുമ്പോൾ പോവും, മഴ പെയ്ത് കഴിഞ്ഞിട്ട് പോകണം. അപ്പം ആ ആറ്റിലൊക്കെ നിറച്ച് വെള്ളമൊക്കെ ആവും. നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അതിന് ഞങ്ങൾ നേരത്തെ പോയിട്ടുണ്ട്, മഴ പെയ്ത് കഴിഞ്ഞ് ഓണമൊക്കെ ആകുമ്പോഴേ. ഇതിപ്പോൾ പോകുന്ന വഴിക്ക് കുറേ പറങ്കാവിൻ്റെ കുറേ തോട്ടമുണ്ട്. അത് അടിപൊളിയാണ് കാണാൻ. കുഞ്ഞു പറങ്കാവാണ്, നല്ല പടർന്ന് കിടക്കുന്നത്. അതിനകത്ത് പറങ്കാങ്ങയുണ്ട്. ഞങ്ങളത് പറിച്ച് കഴിച്ചായിരുന്നു കേട്ടോ. പണ്ടൊക്കെ പറിച്ച് കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ കുറേ നാൾ കൂടി അന്നാ കഴിച്ചു. കൊള്ളായിരുന്നു. ഇത് ഓഫ് റോഡാണ് അവിടെ കേട്ടോ, മൊത്തം കല്ലാണ്. എന്നാലും വണ്ടിയൊക്കെ പോവും, നടക്കാം. അങ്ങനെ നടന്ന് ഞങ്ങൾ കുറേ നടന്ന് ഒരു എന്താ പറയുക, അവിടെ പറ്റാത്തൊരു കുളമുണ്ട്, ഞങ്ങൾ അവിടെ പോവാണ് കേട്ടോ. എത്ര ഉണക്കാന്നേലും ആ കുളത്തിൽ വെള്ളം പറ്റൂലെന്നാണ് പറയുന്നത്. അവിടെ എല്ലാവരും വന്ന് ആ ചതുപ്പ് ഭാഗങ്ങളിലും പിന്നെ വെള്ളം ഇല്ലാത്തടത്തു നിന്നൊക്കെ ആൾക്കാർ അവിടെ വരുമെന്നാണ് പറയുന്നത്, തുണി കഴുകാനും കുളിക്കാനും ഒക്കെ. അപ്പോൾ അടിപൊളിയാണ്. നല്ല ആറ്റിൻ്റെ സൈഡിലാണ് ഈ ചെടികളെല്ലാം പൂത്ത്, മരങ്ങളൊക്കെ പൂത്തിരിക്കുന്നത് കണ്ടോ. എണ്ണപ്പനയൊക്കെ നമുക്കത് ഇളക്കിയെടുത്ത് കഴിക്കാം കേട്ടോ. പച്ചയ്ക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ചിലത് അടുപ്പിലിട്ട് പുഴുങ്ങി ചുട്ടോ ഒക്കെ കഴിക്കും. സൂപ്പറാണ്, അടിപൊളിയാണ്, കഴിക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മളങ്ങനെ നടന്ന കുളത്തിലോട്ട് പോവുകയാണ് കേട്ടോ. എൻ്റെ സിസ്റ്ററും എൻ്റെ അമ്മയും എൻ്റെ മോളും ഒക്കെ കൂടെയാണ് നടന്നു പോകുന്നത്. ഇതാണ് ആ കുളം കേട്ടോ. നിറച്ച് എപ്പോഴും ഇങ്ങനെ വെള്ളം കിടക്കുമെന്നാണ് പറയുന്നത്. നല്ല തെളിഞ്ഞ നല്ല സൂപ്പർ വെള്ളം. ഞങ്ങൾ പിന്നെ ഒരു കുപ്പി വെള്ളം എടുത്ത് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ വെള്ളമൊക്കെ എടുത്ത് അവിടെ ഈ ഭയങ്കര കേവി ലൈനില്ലേ, കേവി ലൈനിൻ്റെ താഴ്ഭാഗമാണ് ഈ കുളമൊക്കെ. കുരങ്ങന്മാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്, ഇഷ്ടം പോലെ. ശല്യമൊന്നുമില്ല കേട്ടോ, നമ്മുടെ കയ്യിൽ നിന്നൊന്നും വന്ന് വാങ്ങിച്ചുകൊണ്ടൊന്നും പോകത്തൊന്നുമില്ല. അടിപൊളി കാണാൻ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.